അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു ക്യാമ്പസിലാണ്. അതായത് പാലക്കാട് ജില്ലയിലെ കോതക്കുറിശ്ശിയിലെ ഇവിടെ പിന്നെ രണ്ട് വിദ്യാഭ്യാസം, പ്രത്യേകിച്ചും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഹാഫിലിങ്ങളുണ്ട്. ഇഫിള് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം, ഒപ്പം നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസവും സ്കൂളിങ്ങും BBA വരെ പഠിക്കുന്ന കുട്ടികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയും കുറച്ച് ഇഫിള് പഠിച്ച ആളുകളുടെ അവരുടെ ഓത്തും റെസിറ്റേഷനൊക്കെ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ സന്തോഷം. സ്ഥാപനത്തിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ പറയാം. ഈ റംസാൻ കാലത്ത് ഇങ്ങനെ ഒരു കോട്ടക്കലിൽ നിന്നും ഇവിടെ വരാൻ പറ്റിയതിൽ വലിയ ഒരു സന്തോഷം. എന്താണ് പ്രിൻസിപ്പൽ പേര്? മുഹമ്മദ് സാർ. മുഹമ്മദ് മുസ്തഫ മന്നാനി. ഓക്കെ. എന്തെങ്കിലും ക്യാമ്പസിൻ്റെ പേര്, സ്ഥാപനത്തിൻ്റെ പേര്? ദാറുൽ ഖുർആൻ അബ്ദുള്ള അക്കാദമി. ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ആദ്യം പറഞ്ഞു കൊടുക്കോ? പ്രത്യേകത സ്കൂൾ തലം 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലേക്കുള്ള വിദ്യാർത്ഥികളെടുത്ത് 3 വർഷം കൊണ്ട് വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിച്ച് പിന്നെ 2 വർഷം ഇതിൻ്റെ ദൗറ, വിശുദ്ധമായ ഖുർആൻ്റെ ഈ ഹിഫ്ള് കഴിഞ്ഞവർക്കുള്ള ദൗറ, അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഈ 2 വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ +1 +2 ഡിഗ്രി ഒക്കെ ഇവിടുന്ന് തന്നെ ട്യൂഷൻ നൽകി അവരെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നിപ്പോൾ ഒരു 100ഓളം വിദ്യാർത്ഥികൾ ഇവിടുന്ന് കഴിഞ്ഞു, ഹിഫ്ള് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? അന്നൊന്നും പിന്നെ ശരീഅത്തിന്റെ വിദ്യാഭ്യാസം ഈ അടുത്ത് വരെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ ഇവിടെ തുടർ പഠനം കൂടി ഇവിടെ കൊടുക്കൽ തുടങ്ങിയിട്ട്. ആണല്ലേ? അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ക്ലാസ് കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിലേക്കാണ് ഇവിടെ അഡ്മിഷൻ. പിന്നെ ഒരു BBA കാരുണ്ടായിരുന്നല്ലോ ഇതിൽ. ആരാണ് ആള്? ഇദ്ദേഹം ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടാട്ടോ. അല്ല സാധത്തെ BBA പേരെന്തായിരുന്നു? സുഹൈബ് അസ്ലം. നിങ്ങളെ വീട് എവിടെ? ഇവിടെ മുരിക്കുംപറ്റിയാണ്. ആണല്ലേ? ഒരു 9 കിലോമീറ്റർ. എത്രാം ക്ലാസ്സിൽ വന്നാണ് ഇവിടെ? 7ാം ക്ലാസ്സിൽ. ഓക്കെ. ഇപ്പോൾ ഏതൊക്കെയാണ്, എന്താ പഠിക്കണത്? BBA ഫസ്റ്റ് ഇയർ ആണ്. അത് എവിടുന്നാ ചെയ്യണത്? ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഓപ്പൺ. അതിന് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ? ക്ലാസ് ഇവിടെ നിന്നിട്ടുണ്ട്. ആണോ? ഞാൻ വന്നപ്പോൾ തന്നെ ക്ലാസ് അടക്കുന്നുണ്ട് ഉസ്താദേ, അല്ലേ? ക്ലാസ്സുകൾ, സ്കൂൾ വിദ്യാഭ്യാസം SLC-ക്കാർ പഠിക്കുന്നുണ്ട്, ഓരോരുത്തരും എക്സാമുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. ആ ടൈമിംഗ് ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. എന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടെ? അതെ, അൽഹംദുലില്ലാ, സന്തോഷം. എങ്ങനെയുണ്ട്? ഉഷാറായിട്ട് പോകുന്നു? തന്നെയാണ്. ഓക്കെ. ഇവിടെ ഫുൾ അക്കോമഡേഷനും എല്ലാം ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെയാണ് ക്ലാസ്സും കാര്യങ്ങളും. ഓക്കെ, അടിപൊളി. ഇത് സ്കൂളിങ് അല്ലേ? സ്കൂളിന്റെ HOD ആണ്. പേരെന്തേന്നു? യൂസുഫ് സാലിഹ്. ഏതാ സബ്ജക്റ്റ്? ഇംഗ്ലീഷ് ആണ് അല്ലേ? എന്താ ഇവിടെ എങ്ങനെയാണ് സ്കൂളിങ്? എങ്ങനെയാണ് കുട്ടികൾക്ക് സ്കൂളിങ്? ഉച്ചയ്ക്ക് ഒരു മണിക്ക് തുടങ്ങിയിട്ട് ചില സമയത്ത് 1:30 തുടങ്ങും. 1:30 തുടങ്ങിയിട്ട് 4:30 വരെ. അതിന് 3 മണിക്കൂറാണ്. ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചേഴ്സ് തന്നെയാണ്? ടീച്ചേഴ്സ് പുറത്തുനിന്ന് വരുന്ന ടീച്ചേഴ്സ് ഉണ്ട്, ഇവിടെ നിൽക്കുന്ന ഉസ്താദന്മാരെടുക്കുന്നുണ്ട്. ആണല്ലേ? അല്ലേ? നിങ്ങൾ ഏതാ ഉസ്താദേ? ഞാനിവിടെ സ്കൂൾ വിഷയം എടുക്കുന്ന ആളാണ്. ഏതാ വിഷയം? ഞാൻ സയൻസും മാത്സും. മാഷാ. പേരെന്തേന്നു? മുഹമ്മദ് അജ്മൽ. ഓക്കെ. കുട്ടികൾക്ക് സയൻസും മാത്സിന്റെ അധ്യാപകനാണ് അല്ലേ? ഓക്കെ. അതാണ് കംപ്ലീറ്റ്ലി നിങ്ങളെ നിയന്ത്രണം തന്നെ? അതെ. അങ്ങാണ്ട് കുട്ടികൾക്ക് കുട്ടികളുടെ ബേസ് മുതൽ എല്ലാ വിഷയങ്ങളും അവർ സ്കൂൾ പഠിപ്പിക്കുന്നതിൽ അധികമായിട്ട് കുട്ടികൾ ബേസ് ഇല്ലാത്ത കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതേപോലെ അവരെ എല്ലാ മേഖലയിലും ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിൽ. താമസിക്കുന്ന ആളുകൾക്ക് സൗകര്യം AC റൂമുണ്ട്, AC ഹാളാണ് അല്ലേ? ഇവരും ഒക്കെ ഈ ഫിളിന്റെ ഉസ്താദുമാരാണല്ലേ? ഉസ്താദിന്റെ പേര്? എൻ്റെ പേര് ഹാഫിൽ മുഹമ്മദ് സ്വാലിഹ് മാലിക്കി. നിങ്ങളുടെ പേര്? ആണല്ലേ? അൽഹംദുലില്ലാ. സ്ഥാപനം എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കുട്ടികൾ അടുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഇതിന്റെ ക്ലാസ് ടൈമിംഗ് ഒന്ന് പറഞ്ഞു? സംവിധാനങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷം ഹിഫ്ള് തുടങ്ങിയാൽ പിന്നെ അവർ 11:30 വരെ ഹിഫ്ള് പഠിക്കുന്നു. 3 പാഠങ്ങളായിട്ട് അത് അവർ പഠിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് നേരം മയക്കത്തിൻ്റെ ടൈമാണ്. രാവിലെ ഇരിക്കുന്ന വിദ്യാർത്ഥികളല്ലേ. പിന്നെ കഴിഞ്ഞ് ഉച്ചക്ക് 1:30 മണി മുതൽ 4:30 വരെയുള്ള 3 മണിക്കൂറാണ് സ്കൂളിങ്ങിൻ്റെ ടൈം. പിന്നെ ശരീഅത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടെ വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർ പിന്നെ ചില വിദ്യാർത്ഥികൾ ഹിഫ്ള് കഴിഞ്ഞിട്ട് അങ്ങനെ ശരീഅത്തിന് നേരെ ഇരിക്കുന്നവരും ശരീഅത്തിന് വേണ്ടി വന്നവരും. അപ്പോൾ അവർക്ക് 7:30 മുതലാണ് ശരീഅത്തിൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. കാരണം അതിൽ ഹിഫ്ളിൻ്റെ വിദ്യാർത്ഥികൾ കൂടി ഉള്ളതുകൊണ്ട് അവർക്ക് ദൗറക്ക് സമയം കൊടുക്കുകയാണ് നമ്മൾ രാവിലെ. അപ്പോൾ 7:30 മുതൽ ആണ് അവരുടെ ടൈം. 12:30 വരെ അങ്ങനെ ശരീഅത്ത് പഠിക്കുന്നു. കഴിഞ്ഞ് പിന്നെ ഉച്ചൻ്റെ ശേഷം സാധാ പോലെ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ഏതായാലും സന്തോഷം. അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു നമ്പർ കൊടുത്തൂടെ? നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ വർഷം നമുക്ക് മാർച്ച് 29-ാം തീയതിയാണ് ഇന്റർവ്യൂ. മാർച്ച് 29. സാധാരണ എല്ലാ വർഷവും മാർച്ച് അവസാനം മുതൽ പിന്നെ മെയ് ആദ്യവാരം വരെയാണ് ഇതിന്റെ ഇന്റർവ്യൂ ഉണ്ടാവാറ്. അപ്പൊ ഇനി തുടർ വർഷങ്ങളിലാണെങ്കിലും അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഇന്റർവ്യൂവിന്റെ സമയം എന്ന് പറഞ്ഞത് ഈ ഏപ്രിൽ
മെയ് ആദ്യവാരം വരെയുള്ള സമയമാണ്. അപ്പോൾ ബന്ധപ്പെടാം, നമ്പർ വിളിച്ചിട്ട് ബന്ധപ്പെടാം അതെ അല്ലേ? അതെ അതെ അപ്പോൾ നിങ്ങൾ അക്കോമഡേഷനും ഫുഡും എല്ലാം കൊടുക്കുന്നുണ്ട്. അതിന്റെ അതെ. ഫീസ് ഫീസ് പിന്നെ കുട്ടികളിൽ നിന്ന് തുച്ഛമായ അവിടെ ഭക്ഷണ ചെലവിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5000 രൂപ ഫീസ് വാങ്ങുന്നുണ്ട്. മന്ത്ലി ഫീസ്. അതെ മന്ത്ലി. അതായത് താമസം AC സൗകര്യമുണ്ട്, സൗകര്യമുണ്ട്. ഫുഡ് കൊടുക്കും, ആ വിദ്യാഭ്യാസം രണ്ടും കൊടുക്കും, പിന്നെ ഈ താമസമുണ്ട്. താമസം പിന്നെ കൊടുക്കും. എന്തായാലും പിന്നെ ഈ ഒരു ഇപ്പോഴത്തെ കേരള സാഹചര്യത്തിൽ SSLC വരെ എന്തായാലും കുട്ടികൾക്ക് പഠിക്കണമല്ലോ, അതെ എല്ലാവരും പഠിപ്പിക്കുമല്ലോ. അതെ ആ പഠിപ്പിക്കുന്നത് ഒരു സുരക്ഷിതമായ ഒരു ക്യാമ്പസിലാവുക, അതുപോലെ തന്നെ അവർക്ക് ദീനീ ചിട്ടം ഉണ്ടാവുക, പിന്നെ അവർ പുറത്തൊന്നും പിന്നെ അങ്ങനെ വിടാതെ ഒരു സ്ട്രിക്റ്റ് ആണ്. പരമാവധി അവർക്ക് വേണ്ട സംസ്കരണങ്ങൾ നൽകുക. ഇതൊക്കെ പിന്നെ അത് അവർക്ക് ഖുർആൻ പഠിക്കുന്ന വിഷയത്തിലും കൂടി ആവുമ്പോൾ അത് കൂടുതൽ നന്നാവുമല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരാളെ അല്ല സാധത്തെ ഒരാൾ ഓത്ത് കേൾക്കല്ലേ? ഓതെന്ന് അറിയണല്ലോ. ദുബായ് ഹോളി ഖുർആൻ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ മത്സരിക്കാൻ എന്തോ നിർഭാഗ്യവശാൽ സാധിച്ചില്ല അല്ലേ? ഇതിന് മുന്നേ ആളുകൾ പങ്കെടുത്തു. ആയിക്കോട്ടെ, ഇദ്ദേഹത്തിന്റെ ഓത്തൊന്ന്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو عالم الغيب والشهادة. എന്നെ വിളിച്ച ചെയർമാൻ എന്താണ്? ഡോക്ടർ PT അബ്ദുറഹ്മാൻ സാഹിബ്. മൂപ്പര് എവിടെയാണ്? മൂപ്പര് UAE യിലാണല്ലോ. അദ്ദേഹമാണ് എന്നെ വിളിച്ചത് കേട്ടോ. പിന്നെയാണ് പ്രിൻസിപ്പളെ ബന്ധപ്പെടുത്തിയത്, മുഹമ്മദ് സാറെ ബന്ധപ്പെടുത്തി തന്നത്. ഏതായാലും അബ്ദുറഹ്മാൻ സാഹിബ്. അബ്ദുറഹ്മാൻ സാഹിബ്. സന്തോഷം. അതെ, ഈ അൽഹംദുലില്ലാ. സ്ഥലം ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കി. ഈ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം അടുത്ത് കോതകുറിശി ടൗണിൽ തന്നെ. ടൗണിൽ നിന്ന് 300 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ.